വീട്ടിൽ നമ്മൾ ഹാങ്ങിങ് പോട്ടുകൾ വെക്കാൻ ആഗ്രഹിക്കുമ്പോൾ എപ്പോഴും തിരയുന്നത് അധികം ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണല്ലേ. എന്നാൽ നല്ല ലുക്കും വേണം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അങ്ങനത്തെ ഒരു ചെടിയാണ് കേട്ടോ. ഇതാണ് വെരിഗേറ്റഡ് പെഡിലാന്തസ്. ഡെവിൾസ് ബാക്ക് ബോൺ എന്നൊരു പേരും കൂടി ഉണ്ട് കേട്ടോ നമ്മളുടെ ഈ ഒരു ചെടിക്ക്. ഇതിന്റെ തണ്ടുകൾ കണ്ടോ, നല്ലൊരു സിഗ്സാഗ് മോഡലിലാണ് ഈ ഒരു ചെടി വരുന്നത്. നല്ലൊരു പിങ്ക് കലർന്ന ചെടിയാണ് കേട്ടോ. ശരിക്കും പിങ്ക് അല്ല കേട്ടോ, ഈ ഒരു ഗ്രീൻ ആണ് വരുന്നത്. ഇടയ്ക്ക് ഇതേപോലെ വെയിലൊക്കെ കൊള്ളുമ്പോൾ ഈ ഒരു പിങ്ക് കളർ വരാറുണ്ട്. പിങ്ക് കളർ വരുമ്പോൾ കുറച്ചും കൂടി ഈ ഒരു ചെടിയുടെ ഭംഗി കൂടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അധികം വെള്ളമൊന്നും വേണ്ടാത്തൊരു ചെടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെടി ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് എൻ്റെ സിറ്റ് ഔട്ടിലാണ്. അപ്പോൾ ചീഞ്ഞു പോകുമെന്നൊരു പേടിയൊന്നും വേണ്ട. ഇതിപ്പോൾ കുറേ നാളായിട്ടോ ഞാൻ നട്ടുവെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ചെടി മാറ്റേണ്ട സമയമായി. കണ്ടില്ലേ, നല്ലപോലെ തെങ്ങി വേരുകൾ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ ചെടി മാറ്റി കൊടുക്കുന്നതും ഇതിനായിട്ടുള്ള പോട്ടി മിക്സും എങ്ങനെയാണ് നടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ ദാ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ചെടികളൊക്കെ ഒന്ന് താഴത്തേക്കൊന്ന് മാറ്റട്ടെ. കുറേ നാൾ മുമ്പ് വരെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഈ ഒരു ചെടി കാണാനായിട്ട്. ഇത് പ്ലാസ്റ്റിക് ആണോ എന്നൊക്കെ ചോദിച്ചവരുണ്ട് കേട്ടോ. ഈ ഒരു ചെടിയും പിന്നെ ബിഗോണിയയും കൂടി മിക്സ് ചെയ്താണ് ഞാൻ നട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട വേറൊരു ചെടിയാണ് കേട്ടോ ഇത്. ഇതാ കണ്ടില്ലേ, ഇത് ഡബിൾ കളറാണ് കേട്ടോ വരുന്നത്. ഡബിൾ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരിഗേറ്റഡ് ആയിട്ടാണ് വരുന്നത്. വൈറ്റും നല്ലൊരു ഗ്രീനും ഒക്കെ ചേർന്നിട്ട്. എന്നാൽ ഒരു തണ്ടിൽ തന്നെ രണ്ടും ഉണ്ട് കേട്ടോ. അതായത് ഫുള്ളി ഗ്രീനും വരുന്നുണ്ട്, അതല്ലാണ്ട് വെരിഗേറ്റഡ് ആയിട്ടും വരുന്നുണ്ട്. ദാ ഇതും ആ ഒരു കാറ്റഗറി തന്നെയാണ് കേട്ടോ. സിഗ്സാഗ് ആയിട്ടാണ് ഇതിന്റെ തണ്ടുകൾ വരുന്നത്. അപ്പൊ ഞാൻ ദാ 4 ചെടികളും താഴത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് മൊത്തത്തിലൊന്ന് മാറ്റി കൊടുക്കണം. ഇതിന്റെ വേരൊക്കെ തിങ്ങി നല്ലപോലെ മണ്ണിൽ ആയി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങോട്ട് പറിച്ചെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇതേപോലെ മൊത്തത്തിൽ അങ്ങോട്ട് ഞാൻ ചട്ടിയിൽ നിന്നും എടുത്തോട്ടാ. ഇനിയിപ്പോൾ മണ്ണൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കട്ടെ. വേരൊക്കെ നല്ലപോലെ ഓടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ചെടി ആദ്യം തന്നെ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. വെരിഗേറ്റഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലൈറ്റ് കിട്ടുന്നിടത്ത് വേണം നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യാനായിട്ട്. അതായത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമല്ല, ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട്. ഈ ഒരു വെളിച്ചം കിട്ടിയാൽ മാത്രമാണ് വെരിഗേഷൻ കറക്റ്റായിട്ട് വരികയുള്ളൂ കേട്ടോ. ഇടയ്ക്ക് ഒരു പിങ്ക് കളറും കൂടി കയറി വരും. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. കൂടുതൽ ലൈറ്റ് അടിക്കുമ്പോഴാണ് ഈ ഒരു പിങ്ക് കളർ കയറി വരുന്നത്. അപ്പോൾ ഞാൻ ദാ ആദ്യത്തെ ചെടിച്ചട്ടിയിലുള്ള മണ്ണെല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ ചെറുതായിട്ട് കല്ലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള പോട്ടും കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഈ ഒരു ചട്ടി നല്ലപോലെ ഉറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് സൈഡൊക്കെ ഒന്ന് തട്ടിക്കൊടുത്തിട്ടാണ് എനിക്കൊന്ന് എടുക്കാൻ പറ്റിയത്. ദാ 4 ചട്ടിയിലെ മണ്ണും മാറ്റിയിട്ടുണ്ട്. ചെടികൾ ദാ ഇവിടെയും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്ന് വേണം നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സ് നമുക്ക് എടുക്കാനായിട്ട്. ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സ് ആണെങ്കിലാണല്ലോ നല്ല രീതിക്ക് തന്നെ ചെടി വളർന്നു കിട്ടുക. അപ്പോൾ ദാ ഇത്രത്തോളം മണ്ണ് കിട്ടിയിട്ടുണ്ട്. ഇനി മിക്സിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ദാ എടുത്തിരിക്കുന്നത് ബയോബിനിലെ കമ്പോസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ചെടികൾ നടാനായിട്ട് കൂടുതലും ബയോബിൻ കമ്പോസ്റ്റ് തന്നെയാണ് എടുക്കാറ്. ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് ബയോബിൻ കമ്പോസ്റ്റ് തന്നെയാണ്. നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ അധികം വെയിറ്റ് ഇല്ലാത്തൊരു പോട്ടിംഗ് മിക്സ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി അടുത്തത് എടുത്തിരിക്കുന്നത് വേപ്പിൻ പിണ്ണാക്കും പിന്നെ കുറച്ച് എല്ലുപൊടിയാണ് കേട്ടോ. നമ്മൾ ഇനി മണ്ണൊരുക്കുമ്പോൾ എന്തിനാണ് ഈ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചേർത്ത് കൊടുക്കുന്നത്? എല്ലുപൊടിയിൽ ധാരാളം ഫോസ്ഫറസും കാൽഷ്യവും അടങ്ങിയിട്ടുണ്ട്. നമ്മൾ നട്ടുകൊടുക്കുന്ന ഈ ഒരു ചെടിക്ക് പെട്ടെന്ന് വേരുകൾ വരാനും അത് സ്ട്രോങ് ആവാനും ഈ ഒരു എല്ലുപൊടി സഹായിക്കുന്നുണ്ട്. ഇനി വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നത് മണ്ണിലുള്ള ഫംഗസും പൂപ്പൽ ബാധയൊക്കെ തടയാൻ വേണ്ടിയാണ് കേട്ടോ. ഒരു ജൈവ കീടനാശിനി കൂടിയാണ് ഈ ഒരു വേപ്പിൻ പിണ്ണാക്ക്. അതേപോലെ നമ്മളുടെ ഈ ഒരു ചെടി നല്ല പച്ചപ്പോടെ നിൽക്കാനായിട്ടും ഈ ഒരു വേപ്പിൻ പിണ്ണാക്ക് സഹായിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൽ നൈട്രജനും മറ്റു പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക്
ഇത് നടാനായിട്ട് മണ്ണെങ്ങനെ മിക്സ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ബയോബിനിലെ കമ്പോസ്റ്റും നമ്മളുടെ മണ്ണും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ ചെടിച്ചട്ടി ഒന്ന് പരിശോധിക്കുക. പഴയ ചെടിച്ചട്ടി തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് ഹോളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. അതൊക്കെ അടഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു പപ്പടം കുത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ആ ഹോളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ പോട്ടിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോകാനായിട്ട് ഇതേപോലെ കല്ലുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനായിട്ട് നമുക്ക് ഓടിൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ ഇതേപോലെ കരിങ്കല്ലിൻ്റെ പീസുകളോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ മണ്ണ് വന്നിട്ട് ഈ ഒരു ഹോള് അടഞ്ഞു പോവുകയും ചെയ്യില്ല. മാത്രമല്ല വെള്ളം നന്നായിട്ട് തന്നെ ഇതിൽ കൂടി പൊയ്ക്കോളും. ഇനിയിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3/4 ഭാഗത്തോളം മാത്രമേ ഞാൻ ഫിൽ ചെയ്യുന്നുള്ളൂ. ബയോബിൻ വളം കൂടുതൽ ചേർത്തത് കൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ നമ്മളുടെ മിക്സ്. അധികം വെയിറ്റ് ഒന്നുമില്ല. ഇനിയിപ്പോൾ അതിലേക്ക് ഇത്രത്തോളം എല്ലുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഴക്കാലത്ത് നമ്മൾ എല്ലുപൊടി ചേർക്കരുതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ ഹാങ് ചെയ്യുന്ന ഈ ഒരു സ്ഥലത്ത് മഴയൊന്നും കൊള്ളാത്തൊരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ടാണ് എല്ലുപൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറേ നാളത്തേക്ക് നമ്മളിനി വളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു മണ്ണൊരുക്കുമ്പോൾ ചേർക്കുന്ന വളം തന്നെയാണ് കൊടുക്കാറുള്ളൂ. പിന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളമൊക്കെ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ മുൻപിട്ട വീഡിയോ ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ചായിരുന്നു കേട്ടോ. അതിലെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഡോർ പ്ലാന്റ്സിൻ്റെ മണ്ണ് എങ്ങനെയാണ് ഒരുക്കുന്നതെന്നുള്ളത്. ഞാൻ അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരേ രീതിക്ക് തന്നെയാണ് കേട്ടോ ചെടികൾ നട്ടുകൊടുക്കുന്നത്. ചെടികൾക്കുള്ള മണ്ണൊരുക്കുന്നത് അകത്താണെങ്കിലും ഇതേപോലെ തന്നെയാണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് മണ്ണൊരുക്കുന്നത്. ബയോബിൻ വളം കൂടുതൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ മണ്ണ് എപ്പോഴും ലൂസായിരിക്കും. അത് മാത്രമല്ല ലൈറ്റ് വെയിറ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇൻഡോർ പ്ലാന്റ് വെക്കുമ്പോഴും ഞാൻ ചെയ്യുന്നത്. ആകെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നനയ്ക്കലിൽ മാത്രമാണ്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഇൻഡോർ പ്ലാന്റ്സിന് വെള്ളം കൊടുക്കാറുള്ളൂ. അപ്പോൾ ഞാൻ 4 പോട്ടും ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 4 പോട്ടും ഇതേപോലെ ഇത്രത്തോളം മണ്ണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത്രത്തോളം നമുക്ക് ഇവിടെ ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ മണ്ണ്. നമ്മൾ ബയോബിൻ ചേർത്തത് കൊണ്ട് തന്നെ ഇത്രത്തോളം മണ്ണേ നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ മണ്ണ് കിട്ടാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ കിട്ടുന്ന മണ്ണാണ് ഞാൻ സ്റ്റോർ ചെയ്ത് മറ്റുള്ള ചെടികൾ നട്ടുകൊടുക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ചെടികൾക്ക് കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് നനക്കുന്നൊന്നുമില്ല. നമുക്ക് ചെടിയൊക്കെ ഒന്ന് കുത്തിവെക്കാനുള്ളൊരു രീതിക്ക് വേണ്ടി മാത്രം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മണ്ണൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മണ്ണ് ഇട്ട് പകുതി ആയപ്പോഴാണ് എല്ലുപൊടി ചേർത്ത് കൊടുത്തത്. പിന്നെ ലാസ്റ്റായിട്ട് അതിൻ്റെ മേളിൽ വേപ്പിൻ പിണ്ണാക്കും ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ള കട്ടിങ്സ് ഒക്കെ എടുക്കാം. ഇതിൽ നിന്നും നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സ് ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഒരു വെള്ള പാൽക്കറ പോലെ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് അപ്പം തന്നെ നടുന്നതിന് പകരം കുറച്ച് നേരം വെച്ചിട്ട് അതിൻ്റെ ആ ഒരു കറയൊക്കെ ഒന്ന് പറ്റിപ്പോയതിന് ശേഷം നട്ടുകൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മൾ മാറ്റി വെച്ചാൽ മതി. അതൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് നട്ടുകൊടുക്കാം. അല്ലെങ്കിൽ ഈ മണ്ണിലെ ഈർപ്പം കൊണ്ട് ഈ ചെടി പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകട്ടോ. കാരണം നമ്മൾ നട്ട് കഴിയുമ്പോൾ ചെടികൾക്ക് എന്തായാലും വെള്ളം ഒഴിച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ മണ്ണിലെ നനവും ഈ ഒരു കറയും കൂടി ഉണ്ടെങ്കിൽ ആ ചെടി ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ കറ നമ്മുടെ കൈകളിൽ ആവാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ചിലർക്കെങ്കിലും ഇത് അലർജി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്നും നല്ല ഹെൽത്തി ആയിട്ടുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റ് ഒന്ന് കഴിയട്ടെ. ഏകദേശം അതൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് നട്ട് കൊടുക്കാം. അത് കൂടാണ്ട് അകത്ത് വെക്കാനായിട്ട് ചെറിയൊരു പോട്ടും കൂടി ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെഡിലാന്തസ് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും നമുക്ക് വളർത്താൻ പറ്റുന്നതാണേ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് കുഴിച്ചതിന് ശേഷം ഈ ചെടി നേരെ അങ്ങോട്ട് നട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചെടി നടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഇതിൻ്റെ ലീഫ് കണ്ടോ, ആ ലീഫ് മാക്സിമം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇറക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ, അതായത് മണ്ണിനടിയിൽ പോകുന്ന ഭാഗത്ത് ഇല വരാൻ പാടില്ല. അങ്ങനെ വേണം നടാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ചെടി ഇല വീണ് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ ഇത് നടുമ്പോൾ തന്നെ. ഇങ്ങനെ നമുക്ക് ബുഷിയായിട്ട് വളർത്താനായിട്ട് ഒരു 3 എണ്ണമൊക്കെ നട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഈ പോട്ടിൽ 3 എണ്ണമാണ് നട്ട് കൊടുത്തിരിക്കുന്നത്. അതിനിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ചെടിച്ചട്ടികളൊന്ന് സിറ്റ് ഔട്ടിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് നടാം അല്ലേ. മഴ അവിടെ പെയ്യുന്നുണ്ട്, നമ്മളുടെ ജോലിയും ഇവിടെ നടക്കുന്നുണ്ട്. കണ്ടോ, ഇതേപോലെ അടിയിലേക്കുള്ള ഇലകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒന്ന് നട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ബുഷിയായിട്ട് തന്നെയാണ് നടുന്നത്, എന്നാലാണ് കാണാൻ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുക. പിന്നെ ഇത് നല്ല ഭംഗിക്ക് നിൽക്കാനായിട്ട് ഇതിൻ്റെ ഗ്രോത്ത് വരുന്നതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടായിരിക്കും കേട്ടോ ഈ ഒരു ചെടി വളരുന്നത്. നമ്മളുടെ പോട്ട് തന്നെ കാണാൻ പറ്റാത്ത, അതായത് മണ്ണ് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ നല്ല ഭംഗിക്ക് തന്നെ ഇതിങ്ങനെ കിടക്കും കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ചെടി കാണാനായിട്ട്. എൻ്റെ ഇപ്പോൾ വർഷങ്ങളായി കിടക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഭംഗിയൊക്കെ പോയത്. അങ്ങനെ ഞാൻ 4 ചട്ടിയിലേക്കും നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ അകത്ത് വെക്കാനുള്ള പോട്ടും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇത്രത്തോളം ബാക്കിയുണ്ട് കേട്ടോ. ഇത് വേരുൾപ്പെടെയുള്ളതാണ്, ഇത് നട്ടാലും പിടിച്ചോളും, എങ്കിലും നമ്മളത് എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഹാങ് ചെയ്തിടാം. ഞാൻ എന്തായാലും തണലത്തൊന്നും വെക്കുന്നില്ല, നേരെ ഹാങ് ചെയ്തിടുകയാണ്. കാരണം ഇവിടെ ഇപ്പോൾ മഴക്കാലമാണല്ലോ, മഴക്കാലമായതുകൊണ്ട് തന്നെ അധികം വെയിലൊന്നും അങ്ങനെ അടിക്കില്ല. പിന്നെ അതുമാത്രമല്ല, മഴയും കൊള്ളാത്തൊരു സ്ഥലം തന്നെയാണ് ഈ ഒരു സിറ്റ് ഔട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ഹാങ് ചെയ്തിടുകയാണ്. ഇപ്പുറത്ത് നിൽക്കുന്ന ചെടിയും മാറ്റാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഒരുപാട് നാളായി ഞാനിത് നട്ട് കൊടുത്തിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇപ്പോൾ അതിൻ്റെ ആ ഒരു ടൈം പീരീഡൊക്കെ കഴിഞ്ഞട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി കൊടുത്തതാണ്. എല്ലാം ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഹാങ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നന്നായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. എപ്പോഴും നനച്ച് കൊടുക്കേണ്ട ഒരു ചെടിയല്ല കേട്ടോ ഇത്. അത്യാവശ്യം ഇതിൻ്റെ നനവൊക്കെ മാറിക്കഴിയുമ്പോൾ മാത്രം നമ്മൾ നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെഡിലാന്തസ് പ്ലാന്റ് വളർത്തുന്നതും അതിൻ്റെ പരിചരണമൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെന്ന് ഇരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.